എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 റീവാലുവേഷൻ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2വിൻ്റെ റീവാലുവേഷൻ്റെ റിസൾട്ട് ഈ ഒരു ജൂൺ മാസം ആദ്യ വാരത്തോടെ, അതായത് ആദ്യ ആഴ്ചയോടെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് dhsc.kerala.gov.in എന്ന ഡയറക്ടറേറ്റിൻ്റെ ഒഫീഷ്യൽ, അതായത് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട്, സ്ക്രൂട്ടിനിയുടെ റിസൾട്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീഫണ്ടിന് അർഹതയുള്ളത്, അതായത് 10% മാർക്കുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് എന്നിങ്ങനെ ഉണ്ടാകുന്നതാണ്. റീവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുള്ള മാർക്കും റീവാലുവേഷന് ശേഷമുള്ള മാർക്കും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് 60 മാർക്കിൻ്റെ, അതായത് റീവാലുവേഷന് ശേഷം ഈ ഒരു നിങ്ങൾക്കുള്ള റീവാലുവേഷന് മുമ്പുള്ള മാർക്കിനേക്കാൾ 6 മാർക്കോ അതിൽ കൂടുതലോ ഈ ഒരു 60 മാർക്കിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരിക്കണം. 80 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് എത്ര മാർക്കാണോ അതിനോട് 8 മാർക്കോ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 60 മാർക്കിൻ്റെ വിഷയത്തിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 30 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം അത് 36 അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം, അതായത് 6 മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 40 മാർക്കാണ് റീവാലുവേഷന് മുമ്പ് എങ്കിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 48 അതായത് 48 അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം കിട്ടിയിട്ടുള്ള മാർക്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കുറഞ്ഞാലും കൂടിയാലും അതിൽ ഏറ്റവും മികച്ച മാർക്ക് ഏതാണോ, അതായത് കൂടിയ മാർക്ക് ഏതാണോ ആ ഒരു മാർക്കാണ് നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്ന് മനസ്സിലായിട്ടുണ്ടാകും. PDF രൂപത്തിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും റീവാലുവേഷൻ റിസൾട്ട് ഒരുമിച്ചാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ റിസൾട്ട് ഏതാണെന്ന് അത് നിങ്ങളുടെ പേര് നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ +2 റിസൾട്ട് ചെക്ക് ചെയ്ത രീതിയിൽ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്ന രീതിയിലല്ല റീവാലുവേഷൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ PDF രൂപത്തിലാണ് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.